ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട, പ്രധാനമായും വിമുക്ത ഭടന്റെ ഭാര്യയും മക്കളും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിമുക്ത ഭടന്റെ മരണാനന്തരം 2 ഗ്രാൻറ്റുകൾ അഥവാ സഹായധനം വിമുക്ത ഭടന്റെ ഭാര്യയ്ക്ക് ലഭിക്കും. വിമുക്ത ഭടന്റെ ഭാര്യ നേരത്തെ മരണപ്പെട്ടതാണെങ്കിൽ ഈ 2 ഗ്രാൻറ്റുകളും മകന് അല്ലെങ്കിൽ മകൾക്ക് ലഭിക്കും. ഈ ധനസഹായം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി നമുക്ക് ഏതെല്ലാം ധനസഹായമാണ് ലഭിക്കുക എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഡിമേസ് ഗ്രാൻറ്റ്. 7000 രൂപയാണ് ഇതിൽ ലഭിക്കുക. രണ്ടാമത്തേത് ADLRS അഷ്വേർഡ് ഡീസൻറ്റ് ലാസ്റ്റ് റൈറ്റ് സ്കീം അനുസരിച്ച് 10000 രൂപ ലഭിക്കും. ഇത് മരണാനന്തര കർമ്മങ്ങൾക്കായി ലഭിക്കുന്നതാണ്. ആർമിയിൽ നിന്നോ ആസാം റൈഫിൾസിൽ നിന്നോ വിരമിച്ചവർക്ക് ഈ ധനസഹായം URC അഥവാ ക്യാൻറ്റീൻ വഴിയാണ് ലഭിക്കുക. ഇത് ലഭിക്കാനായി ആർമിയിൽ നിന്നോ ആസാം റൈഫിൾസിൽ നിന്നോ വിരമിച്ചവർ തങ്ങളുടെ പേരൻ്റ് URC ഏതെങ്കിലും ആർമി ക്യാൻറ്റീൻ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതായത് നമ്മുടെ പേരൻ്റ് ക്യാൻറ്റീൻ നേവിയുടെയോ എയർഫോഴ്സിൻ്റെയോ ആകരുത്. കാരണം നേവി എയർഫോഴ്സിൽ നിന്നും വിരമിച്ചവർക്ക് ഈ ധനസഹായം നൽകുന്നത് ക്യാൻറ്റീൻ വഴിയല്ല, അവരുടെ റെക്കോർഡ് ഓഫീസുകൾ വഴിയാണ്. ആയതിനാൽ ആർമിയിൽ നിന്നോ അല്ലെങ്കിൽ ആസാം റൈഫിൾസിൽ നിന്നോ വിരമിച്ചവർ തങ്ങളുടെ പേരൻ്റ് ക്യാൻറ്റീൻ ആർമി ക്യാൻറ്റീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. QS ബ്രാഞ്ചിൻ്റെ 4 സെപ്റ്റംബർ 2018 ലെറ്റർ അനുസരിച്ച് ADLRS ഗ്രാൻറ്റ് ക്യാൻറ്റീൻ വഴി ലഭിക്കുക ആർമി, ആസാം റൈഫിൾസ്, SFF എന്നിവയിൽ നിന്നും വിരമിച്ചവർക്ക് മാത്രമാണ്. നേവിക്കും എയർഫോഴ്സിനും അവരുടേതായ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ADLRSന് അപ്ലൈ ചെയ്യാനുള്ള സമയം മരണം സംഭവിച്ച 1 വർഷത്തിനുള്ളിലാണ്. ക്യാൻറ്റീന് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്നാണ് ഇത് നൽകുന്നത്. ADLRSനായി ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും DIAV 2 നവംബർ 2023 പബ്ലിഷ് ചെയ്ത ലെറ്ററിൽ നൽകിയിട്ടുണ്ട്. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമുക്ത ഭടന്റെ മരണാനന്തരം സമയത്ത് അറിയിക്കാത്തത് മൂലവും ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടും ഇതിൻ്റെ ഗുണം സമയത്ത് ലഭിക്കുന്നില്ല. ആയതിനാൽ സമയത്ത് തന്നെ മരണവിവരം അറിയിക്കാനായി 1904 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ്. ഇതുവഴി ADLRS സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. ഈ നമ്പറിൽ കോൾ ചെയ്യുമ്പോൾ ആർമി എക്സ്ചേഞ്ച് കോൾ അറ്റൻഡ് ചെയ്യുകയും അടുത്തുള്ള സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടറിലേക്ക് കോൾ കണക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഉടൻ തന്നെ സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടർ വിമുക്ത ഭടന്റെ NOKയെ കോൺടാക്ട് ചെയ്യുകയും സർവീസ് ഡീറ്റെയിൽസ് ചോദിക്കുകയും ഒപ്പം മരണാനന്തര കർമ്മങ്ങളുടെ സമയവും സ്ഥലവും ചോദിക്കുന്നതാണ്. തുടർന്ന് മരണാനന്തര ചടങ്ങുകൾക്ക് സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടറിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നതാണ്. ഇതാണ് ഈ ലെറ്ററിൻ്റെ ഉള്ളടക്കം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.